സംസ്ഥാനത്ത് എലിപ്പനി വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം നിയമസഭയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് സമ്മതിച്ചിട്ടുണ്ട്. എലിപ്പനി നിയന്ത്രണ വിധേയമല്ലെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ആരോഗ്യമന്ത്രി. രോഗബാധയിലും മരണത്തിലും വർധനവുണ്ട്. ഡെങ്കി കേസുകൾ വർദ്ധിക്കുന്നതായും നിയമസഭയിൽ മന്ത്രിയുടെ മറുപടി. നിയമസഭയിൽ 4ഓളം MLA-മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് സംസ്ഥാനത്തെ ഗുരുതരാരോഗ്യ സാഹചര്യം ആരോഗ്യമന്ത്രി വീണ ജോർജ് തുറന്ന് സമ്മതിക്കുന്നത്. എലിപ്പനി രോഗബാധിതരുടെ എണ്ണത്തിലും മരണനിരക്കിലും വർധനവുണ്ടെന്നാണ് മന്ത്രിയുടെ ഏറ്റുപറച്ചിൽ. ഡെങ്കിപ്പനി കേസുകളിൽ വർധനവുണ്ടെന്നും മന്ത്രിയുടെ മറുപടിയിൽ പറയുന്നു. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരം ജനുവരി മാസം ഇതുവരെ രോഗലക്ഷണങ്ങളുടെ ചികിത്സയിലുള്ളത് 321 പേർ. ഇതിൽ 214 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. സംശയിക്കുന്ന 25 മരണങ്ങളിൽ 15 എണ്ണവും എലിപ്പനി മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഡെങ്കി കണക്കുകളും ആശങ്കയുയർത്തുന്നു. 2155 കേസുകളിൽ 671 പേർക്കും ഡെങ്കി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 മരണങ്ങളും ജനുവരിയിൽ ഡെങ്കി മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. പ്രജിത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, നിയമസഭയിൽ ആരോഗ്യമന്ത്രി സമ്മതിക്കുകയാണ് എലിപ്പനി നിയന്ത്രണ വിധേയമാകുന്നില്ല എന്നുള്ള കാര്യം. നിയമസഭയിൽ കൃത്യമായ കണക്കുകളും അവർക്ക് നൽകേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം നിയന്ത്രണ വിധേയമാണെന്ന് പറയുമെങ്കിലും നിയമസഭയിൽ ചോദ്യം വരുമ്പോൾ ഈ കണക്കിൽ കള്ളക്കളി നടത്താൻ കഴിയില്ലല്ലോ പ്രജിത്ത്, അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ് വിനോദ്. കാരണം തുറന്ന് സമ്മതിക്കേണ്ടി വരും ഈ ഏതൊക്കെ രീതിയിൽ അസുഖങ്ങൾ സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്നു എന്നുള്ളത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആ അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നത് എന്നുള്ളത്, സർക്കാരിൻ്റെ ഏതൊക്കെ വീഴ്ചകൾ ഇത്തരത്തിലുള്ള രോഗവ്യാപനത്തിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതും അത്തരത്തിലുള്ള ശ്രദ്ധയിൽപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് പകർച്ചവ്യാധികളും രോഗങ്ങളും വീണ്ടും വർദ്ധിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. നിയമസഭയിൽ ആരോഗ്യമന്ത്രി തന്നെ സമ്മതിക്കുന്നു. അതിലേറ്റവും അപകടകരമായി നമ്മൾ കാണേണ്ടത് ഈ എലിപ്പനിയിൽ ഉണ്ടാകുന്ന വർധനവും അതോടൊപ്പം തന്നെ അത് സംബന്ധിച്ച മരണങ്ങൾ കൂടി വരുന്ന ഒരു സാഹചര്യവുമാണ്. അത് നിയമസഭയിൽ തന്നെ ആരോഗ്യമന്ത്രി തുറന്നു സമ്മതിക്കുന്നു. സംസ്ഥാനത്ത് എലിപ്പനി കേസുകളിൽ അസാധാരണമാം വിധം ഒരു വർധനവുണ്ട്. സംസ്ഥാനത്ത് എലിപ്പനി നിയന്ത്രണ വിധേയമല്ല എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രി. രോഗബാധയിലും മരണത്തിലും വർധനവുണ്ട്. ഡെങ്കി കേസുകൾ വർദ്ധിക്കുന്നതായും നിയമസഭയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. വിനോദ്, നമുക്കറിയാം ജനം TV തുടരെ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. പല ഘട്ടങ്ങളിലായി നമുക്കറിയാം രശ്മി കാർത്തിക എന്ന നമ്മുടെ റിപ്പോർട്ടർ അടക്കം പല ഭാഗത്തു നിന്നും ഈ എലിപ്പനിയുമായി ബന്ധപ്പെട്ടുള്ള സംസ്ഥാനത്തെ വർധനവ് അതുമായി ബന്ധപ്പെട്ട് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് എലിപ്പനി നിയന്ത്രണ വിധേയമല്ല എന്ന് ആരോഗ്യമന്ത്രി തുറന്ന് സമ്മതിക്കുന്നത്. രോഗബാധയിലും മരണത്തിലും വർധനവുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു വയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഡെങ്കി കേസുകൾ വർദ്ധിക്കുന്നതായും നിയമസഭയിൽ മന്ത്രി പറഞ്ഞു. പ്രജിത്ത് മോഹനൻ തുടരുന്നുണ്ട്. പ്രജിത്ത്, നമുക്കറിയാം പല ഘട്ടങ്ങളിലായി ഈ റിപ്പോർട്ടുകൾ നമ്മൾ പുറത്തുവിട്ടതാണ്. എലിപ്പനിയിൽ വളരെയധികം വർധനവുണ്ട് സംസ്ഥാനത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെങ്കി കേസുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുന്നുണ്ട് എന്നിങ്ങനെ നിരവധി റിപ്പോർട്ടുകൾ നമ്മൾ പുറത്തേക്ക് വിട്ടൊരു സാഹചര്യമുണ്ട്. അതിന് പിന്നാലെ ഇപ്പോൾ ഈ ഒരു വിഷയം തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് മന്ത്രി നിയമസഭയിൽ, അല്ലേ? സംസ്ഥാനത്ത് ഈ പനികൾ പടർന്നു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി നമ്മൾ ഇത്തരം വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് രോഗവ്യാപനത്തിന് അല്ലെങ്കിൽ രോഗവ്യാപനം വലിയ രീതിയിൽ ഉണ്ടാകുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുകളോ പരിഹാര ശ്രമങ്ങളോ ഉണ്ടാകുന്നില്ല എന്നുള്ള വിഷയവും ചൂണ്ടിക്കാട്ടി നിരവധി വാർത്തകൾ ജനം TV തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അത്തരം വാർത്തകൾക്കും രോഗവ്യാപനത്തിനും ഒക്കെയുള്ളൊരു തെളിവ് അല്ലെങ്കിൽ അതിനൊരു തുറന്ന സമ്മതം കുറ്റമേറ്റുപറച്ചിൽ തുടങ്ങിയിട്ടുള്ള ഒരു വാക്കുകളൊക്കെ നമുക്ക് പ്രയോഗിക്കാം. ആരോഗ്യമന്ത്രി നിയമസഭയിൽ കൃത്യമായി മറുപടി പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനത്ത് എലിപ്പനി കേസുകളിൽ വലിയ വർധനവുണ്ടാക്കുന്നു, അതോടൊപ്പം തന്നെ മരണങ്ങളിലും വലിയ വർധനവുണ്ടാകുന്നു എന്നുള്ളൊരു സാഹചര്യം അത് തുറന്ന് സമ്മതിക്കുന്നു എന്നുള്ളതാണ്. ഈ കണക്കുകളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട ജനുവരി മാസത്തെ കണക്ക് പ്രകാരം ഏതാണ്ട് ഇതുവരെ ചികിത്സയിലുള്ളത് ജനുവരി മാസം മാത്രം 321 പേരാണ് ഈ എലിപ്പനി രോഗലക്ഷണങ്ങളുമായി ചികിത്സയിലുള്ളത്. ഇതിൽ 214 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഇതുവരെ സംശയിക്കുന്ന എലിപ്പനി ബാധ മൂലമാണെന്ന് സംശയിക്കുന്ന 25 മരണങ്ങളിൽ 15 എണ്ണവും അത് എലിപ്പനി രോഗം വന്നുള്ള മരണങ്ങളാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് വീണ്ടും ഒരു ഗുരുതര ആരോഗ്യ സാഹചര്യം ഉണ്ട് എന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി. ഇതിന് കാരണമായേക്കാവുന്ന വീഴ്ചകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ കൂടി കുറച്ച് വ്യക്തത സർക്കാർ വരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്, കഴിഞ്ഞ മഴക്കാലത്തൊക്കെ ഈ
മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പാളിച്ചയുണ്ടായിരുന്നു, മാലിന്യ നീക്കം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ പാളിച്ചയുണ്ടായിരുന്നു. അതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൃത്യമായി ഫണ്ട് നൽകാൻ സർക്കാരിനായില്ല എന്നുള്ളൊരു വിഷയം, സർക്കാരിൻ്റെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി മൂലം തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടുകൾ പോലും മുടങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇത്തരത്തിലുള്ള ഈ രോഗവ്യാപനത്തിന് കാരണമായി എന്ന് വേണം വിലയിരുത്താൻ. സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, അതിനെ തുടർന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് ലഭിക്കാതിരുന്നത്, തുടർന്ന് മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കമുള്ള പദ്ധതികളും പ്രവൃത്തികളും നടക്കാതെ പോയതൊക്കെ ഇത്തരത്തിൽ ഈ രോഗം പരത്തുന്ന ജീവികളുടെ വർധനവിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഈ രോഗവ്യാപനത്തെ നമ്മൾ എടുത്തു പറയേണ്ടത്. ഡെങ്കി കേസുകളിലും ഇപ്പോൾ ഈ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള നടപടിക്രമങ്ങളുമായി സർക്കാരും ആരോഗ്യവകുപ്പും മുന്നോട്ട് പോകുന്നു എന്നുള്ളതുമാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. ഡെങ്കി കേസുകളുടെ ഒരു കണക്ക് എന്താണെന്ന് നോക്കുമ്പോൾ 2155 കേസുകളാണ് ജനുവരി മാസം മാത്രം ഇതുവരെ സർക്കാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 28-ാം തീയതി വരെയുള്ള കണക്കുകൾ പ്രകാരമാണ്. അതിൽ 671 പേർക്കും ഡെങ്കി സ്ഥിരീകരിച്ചു. 2 മരണങ്ങളും ഡെങ്കി മൂലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യ അവസ്ഥ അല്പം മോശമായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ആരോഗ്യമന്ത്രിയുടെ നിയമസഭയിലെ ഈ മറുപടിയിൽ നിന്ന് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്ത് ഇത്തരം കേസുകൾ വർദ്ധിച്ചു വരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ഒപ്പം ഇത്തരത്തിൽ മാലിന്യങ്ങളിലും മറ്റും വളരുന്ന ജന്തുക്കളിൽ നിന്നൊക്കെയുള്ള പകരുന്ന രോഗങ്ങളും സംസ്ഥാനത്ത് കൂടി വരുന്നു എന്നുള്ളതാണ്. അതിനൊക്കെ കാരണമായത് എന്തൊക്കെയാണ് എന്നുള്ളതിനുള്ള പഠനങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിഹാര മാർഗങ്ങളും സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതെ, ഇതിനുള്ള പരിഹാര മാർഗങ്ങളാണ് ഉണ്ടാവേണ്ടത്. പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ കൃത്യമായി നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്.